ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ചേഞ്ച് ഓഫ് വേരിയബിൾസ് ഇൻ മൾട്ടിപ്പിൾ ഇൻ്റഗ്രൽസ് ആണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ വൺ വേരിയബിളിൽ പലപ്പോഴും നമ്മുടെ ഇൻ്റഗ്രൻ്റ് ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ ആകുമോ ഇല്ലെങ്കിൽ നമുക്ക് ഇൻ്റഗ്രേഷൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ടുള്ള ഫങ്ഷൻസ് ആണെങ്കിൽ നമ്മൾ അയാളെ വേറെ ഒന്നായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ ആ പ്രോസസ്സ് എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. അപ്പോൾ അതേ ഒരു പ്രോസസ്സ് തന്നെയാണ് സപ്പോസ് നമുക്കൊരു ഡബിൾ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായി എന്ന് വെച്ചാൽ നമ്മൾ അതേ ഒരു പ്രൊസീജിയർ തന്നെ ചെയ്ത് നമ്മളതിനെ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ വൺ വേരിയബിളിൻ്റെ കേസിൽ ഇയാൾ എങ്ങനെയാണ് എന്നുള്ളത് ഒന്ന് നോക്കാം. സപ്പോസ് നമ്മുടെ ഫംഗ്ഷൻ എഫ് എന്നുള്ളത് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ കണ്ടിന്യൂസ് ആണെന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാരണം കൊണ്ട് തന്നെ നിങ്ങളുടെ ഫംഗ്ഷൻ കോംപ്ലക്സ് ആയതുകൊണ്ടോ മറ്റുമായിട്ട് നിങ്ങൾക്ക് ഇയാളെ ഈ രീതിയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്താ ആദ്യം ചെയ്യുക? നിങ്ങൾ എക്സിന് വല്ല സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പറ്റുമോ എന്ന് നോക്കും അല്ലേ. അപ്പോൾ എക്സിന് നിങ്ങൾ എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? എക്സിന് നിങ്ങൾ ജി ഓഫ് യു എന്ന് പറഞ്ഞിട്ടോ അങ്ങനെ ഒരു ഫംഗ്ഷനായിട്ട് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ എക്സ് ഈക്വൽ ടു ജി ഓഫ് യുവിന് ഒരു കണ്ടിന്യൂസ് ഡെറിവേറ്റീവ് ഉള്ള രീതിയിലാണ് നമ്മൾ കൊടുക്കുക. കാരണം നമ്മൾ എക്സ് കാണുന്നിടത്തൊക്കെ ഈ ജി ഓഫ് യുവിനെ കൊടുക്കും. പിന്നെ ഡി എക്സിൻ്റെ സ്ഥാനത്ത് നമുക്ക് കൊടുക്കണമെങ്കിൽ ഇയാൾക്ക് എന്ത് വേണം? ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക ഇയാൾക്ക് കണ്ടിന്യൂസ് ഡെറിവേറ്റീവ് ഉണ്ടോ എന്ന് നോക്കും. പിന്നെ നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങളുടെ ലിമിറ്റ്സ് ഓഫ് ഇൻ്റഗ്രേഷൻ മാറും. എന്നും ബിന്ന് അയാൾ എങ്ങനെയായിട്ട് മാറും? ജി ഓഫ് എ എന്നും ജി ഓഫ് ബി എന്നുമായിട്ട് മാറും. അപ്പം ഞാൻ അതിനെ എളുപ്പത്തിൽ എഴുതാൻ സി എന്നും ഡി എന്നും വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സിനെ നിങ്ങൾക്ക് എങ്ങനെ മാറ്റി എഴുതാം? ഇൻ്റഗ്രൽ സി ടു ഡി എഫ് ഓഫ് ജി ഓഫ് യു. ഇനി ആരാ ഉള്ളത്? ഡി എക്സ്. ഡി എക്സ് എന്ന് പറഞ്ഞാൽ ആരാ വരിക? ജി ഡാഷ് ഓഫ് യു ഡി യു എന്നാണ് വരിക. അങ്ങനെ വെച്ച് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ദെൻ നിങ്ങൾ സിംപ്ലിഫൈ ചെയ്ത് ആൻസറിലേക്ക് എത്തും അല്ലേ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു നമ്മളിവിടെ ചെയ്തത് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആദ്യം എക്സ് എന്നുള്ള വേരിയബിളിനെ വേറെ ഒരാളെ വെച്ചിട്ട് നിങ്ങൾ റീപ്ലേസ് ചെയ്തു. ദെൻ നിങ്ങൾ നിങ്ങളുടെ എ ബി എന്ന് പറഞ്ഞ ഇൻ്റർവെൽ ഓഫ് ഇൻ്റഗ്രേഷൻ ഇൻ എക്സ് ആക്സിസിനെ കറസ്പോണ്ടിങ് യു ആക്സിസിലുള്ള ഒരു ഇൻ്റർവെൽ സി ഡി ആക്കി മാറ്റി. പിന്നെ നിങ്ങൾ ചെയ്തത് ഡി എക്സ് എന്ന് പറഞ്ഞ ആളെ ഒരു ഫങ്ഷൻ മൾട്ടിപ്പിൾ ഓഫ് ഡി യു ആക്കി എഴുതി. അപ്പോൾ അതിന് ഞാൻ ഒന്നും കൂടി ഇങ്ങനെ ഈ രീതിക്കൊന്ന് എഴുതുന്നു. ജസ്റ്റ് ജി ഓഫ് യു ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി യു എന്ന് എഴുതിയാൽ നിങ്ങളിപ്പോൾ ചെയ്ത കാര്യം ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നുള്ള ആളെ ഇൻ്റഗ്രൽ സി ടു ഡി എഫ് ഓഫ് ജി ഓഫ് യു ജെ ഓഫ് യു ഡി യു എന്ന് പറഞ്ഞ് മാറ്റി എഴുതി എന്ന് പറയാം. അപ്പോൾ ഇവിടെ ചെയ്ത കാര്യം നമുക്കൊരു എക്സാമ്പിളിലൂടെ നമ്മൾ കാണുകയാണെങ്കിൽ സപ്പോസ് നിങ്ങൾക്ക് ഈ ഒരു ഫംഗ്ഷൻ ആയിരുന്നു ചെയ്യേണ്ടിയിരുന്നത് എന്ന് വിചാരിക്കുക. അതായത് ഇൻ്റഗ്രൽ 0 to 2 റൂട്ട് ഓഫ് 4 മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. അപ്പോൾ ഇതായിരുന്നു നിങ്ങളുടെ എക്സ് ലിമിറ്റ്സ്. ഇതാണ് നിങ്ങളുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്. ഇയാളെ നമ്മൾ എന്താ പറയുക തീറ്റ വെച്ചിട്ട് റീപ്ലേസ്, അതായത് എക്സ് ഈക്വൽ ടു 2 സൈൻ തീറ്റ എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഒപ്പം അയാൾക്ക് നിങ്ങളുടെ 0 to എന്നുള്ള ഇൻ്റർവെൽ അവിടെ മാറി 0 മൈനസ് π/2 ആവുന്നു. പിന്നെ ഈവൻ ഫംഗ്ഷൻ ആയതുകൊണ്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾ വരുത്തുന്നു. അങ്ങനെ നിങ്ങളുടെ ഇൻ്റഗ്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് നിങ്ങളുടെ അവിടുത്തെ ആരായിട്ട് വരിക? ജെ ഓഫ് തീറ്റ ആയിട്ട് വരിക. ഓക്കെ. അപ്പം ഇതേ ഒരു ഐഡിയ നമുക്ക് നമ്മുടെ ഡബിൾ ഇൻ്റഗ്രലിൽ കുറച്ച് മാറ്റങ്ങളോടുകൂടി എങ്ങനെയാണ് ചെയ്യാം എന്നുള്ളത് നോക്കാം. നമ്മുടെ സിംഗിൾ വേരിയബിളിലെ കാര്യങ്ങളെല്ലാം വളരെ എളുപ്പമായതുപോലെ ഡബിൾ ഇൻ്റഗ്രലിൽ വരുമ്പോൾ അത്രയ്ക്ക് ഈസി ആയിട്ട് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് ഒരു എന്താ പറയുക ചേഞ്ച് വെച്ചിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളെയും ചെയ്യാനായിട്ട് പറ്റില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ ഫസ്റ്റ് റീസൺ നമുക്കിവിടെ 2 വേരിയബിൾസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പം നമ്മൾ ആ ഓരോന്നിലും നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ എക്സിന് എഫ് ഓഫ് ശ്രദ്ധിക്കുക, എക്സും വൈയും 2 വേരിയബിൾസ് ഉണ്ട്. ഇപ്പോൾ ഡി എക്സ് ഡി വൈ എന്നുള്ളതുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിനെ കൺവേർട്ട് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് 2 വേരിയബിൾസ് വേണ്ടി വരും. അപ്പോൾ എക്സിനെ ഫംഗ്ഷൻ ഓഫ് യു വി ആയിട്ട് എഴുതി, വൈനെ ഈക്വൽ ടു ജി ഓഫ് യു വി എന്ന് എഴുതി.
ഇനി നിങ്ങൾക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് വൈ ഡി എ ആണെങ്കിൽ നിങ്ങൾ ഇത്തരം ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ ആർ എന്ന് പറയുന്ന റീജിയൺ ഇൻ എക്സ് വൈ പ്ലെയിൻ മാറിയിട്ട് ഈ കറസ്പോണ്ടിങ് ആയിട്ട് എസ് എന്ന് പറഞ്ഞ ഒരു റീജിയൺ ഇൻ യു വി പ്ലെയിൻ ആയിട്ട് മാറും. നേരത്തെ നിങ്ങളുടെ ഇൻ്റർവെൽ എ ബി ബൈ സി ഡി ആയതുപോലെ തന്നെ ഇവിടെ ആവുമ്പോൾ എക്സും വൈയും മാറുന്നതുകൊണ്ട് ആ റീജിയൻ അങ്ങനെ ആർ എന്ന് പറയുന്ന റീജിയൻ അങ്ങനെ മാറിയിട്ട് നിങ്ങൾക്ക് എസ് എന്ന് പറഞ്ഞ ഒരു റീജിയൺ ആയിട്ട് നിങ്ങൾക്ക് മാറും. അപ്പം നിങ്ങൾ എഴുതുന്നു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ എസ് എഫ് ഓഫ് എക്സിന് പകരം എഫ് ഓഫ് യു വി കോമ വൈക്ക് പകരം ജി ഓഫ് യു വി അല്ലേ. ഇനി ഡി എ എന്നുണ്ട്, ഡി എക്സ് ഡി വൈ എന്നുള്ളത് ഇവിടെ പോകുമ്പോൾ നിങ്ങൾക്കറിയാം അയാൾ ആരാണ് ഇവിടെ വേരി യുവും വിയും ഡി യു ഡി വി എന്നുള്ളത് വേണം വരാനായിട്ട് എന്നുള്ളത് അറിയാം. അപ്പം അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു എന്താ പറയുക ഒരു ഫംഗ്ഷൻ മൾട്ടിപ്പിളും കാണും. ആ ഫംഗ്ഷൻ മൾട്ടിപ്പിളിനെയാണ് നമ്മൾ ആരായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ജെ ഓഫ് യു കോമ വി. അതെന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആയിരിക്കും. ഒറ്റ ഫംഗ്ഷൻ അല്ലല്ലോ, ഒരു ഇതിലും അല്ലല്ലോ, ഒരു വേരിയബിളിലും അല്ലല്ലോ. അതുകൊണ്ട് തന്നെ അത് പാർഷ്യൽ ഡെറിവേറ്റീവ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന രീതിയിലുള്ളൊരു ഫംഗ്ഷൻ ആയിരിക്കും. ഇത് നമുക്ക് അത്ര പുതുമയുള്ള കാര്യമല്ല, കാരണം നമ്മൾ ഇതേ കാര്യം ഒരു കാർട്ടീഷ്യൻ കോർഡിനേറ്റിലെ ഡബിൾ ഇൻ്റഗ്രലിനെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പോളാർ കോർഡിനേറ്റ്സിൻ്റെ സഹായം തേടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അവിടെ നിങ്ങൾ ചെയ്യുമ്പോൾ എക്സിന് ആർ കോസ് തീറ്റ കൊടുക്കും, വൈക്ക് ആർ സൈൻ തീറ്റ കൊടുത്തിട്ട് ഡി എക്സ് ഡി വൈക്ക് പകരം നിങ്ങളവിടെ ആരെയാണ് കൊടുത്തതെന്ന് ഓർക്കുന്നുണ്ടോ? ആർ ഡി ആർ ഡി തീറ്റേനെയാണ് നമ്മൾ കൊടുത്തത്. അതെങ്ങനെയാണ് വന്നത്, സെക്ടറുടെ കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഡീറ്റെയിൽഡായി നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ ആളായിട്ട് വന്നിട്ടുണ്ട്. അപ്പം അത് കുറച്ചും കൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് എന്താ പറയുക എക്സിനെ നിങ്ങൾ എങ്ങനെ മാറ്റുന്നു വൈനെ എങ്ങനെ മാറ്റുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ജോമെട്രിക്കായി കാര്യങ്ങളൊന്നും അറിയാതെ തന്നെ നിങ്ങൾക്ക് ആ ഡി എക്സ് ഡി വൈ എങ്ങോട്ടാണ് മാറുന്നത് എന്ന് ഈ കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കും. അതായത് എന്താണ്, ഒരു ഫംഗ്ഷൻ മൾട്ടിപ്പിൾ ജെ ഓഫ് എന്ന് പറഞ്ഞ ഒരാളെ ഇൻറ്റു നിങ്ങൾ ഏതിലേക്കാണോ യു വിക്കാണെങ്കിൽ ഡി യു ഡി വി വരും, അല്ല വേറെ ആർ തീറ്റയ്ക്കാണെങ്കിൽ അതിൻ്റെ കൂടെ ജെ ഓഫ് ആർ കൊമ തീറ്റ ഇൻറ്റു ഡി ആർ ഡി തീറ്റ വരും എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എളുപ്പത്തിൽ പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഒരു പ്രോബ്ലം ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ അതിലൊന്ന് ശ്രദ്ധിക്കുക, ഈ ചേഞ്ച് ഓഫ് വേരിയബിൾസ് കൊടുത്ത് നമ്മൾ എഴുതിയിട്ടുണ്ടല്ലോ ഇക്വേഷൻ 3. ഇതിനെ നമ്മൾ ട്രാൻസ്ഫർമേഷൻ അഥവാ മാപ്പിംഗ് ടി എന്ന് പറയും. എവിടുന്ന് എങ്ങോട്ട്? ഇറ്റ് ഈസ് എ മാപ്പിംഗ് ടി ഫ്രം യു വി പ്ലെയിൻ ടു ദ എക്സ് വൈ പ്ലെയിൻ. കാരണം യു വിയിൽ നിന്ന് നമ്മൾ എക്സ് വൈക്കും ആക്കി മാറ്റി എഴുതുകയാണ്. അപ്പോൾ ഒരു പോയിന്റ് എക്സ് നോട്ട് വൈ നോട്ട് ഇന്ന് എക്സ് വൈ പ്ലെയിനെ എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യാന്ന് വെച്ചാൽ എക്സ് നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് യു നോട്ട് വി നോട്ട് കോമ വൈ നോട്ട് ഈക്വൽ ടു ജി ഓഫ് യു നോട്ട് വി നോട്ട് എന്ന് പറഞ്ഞിട്ടായിരിക്കും. അപ്പോൾ അത് ആ എക്സ് നോട്ട് വൈ നോട്ട് എന്നുള്ളതിന് നമ്മൾ ഇമേജ് ഓഫ് യു നോട്ട് വി നോട്ട് അണ്ടർ ടി എന്ന് നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ നമുക്കൊരു പ്രോബ്ലം ആയിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇമേജ് ഓഫ് എ റീജിയൻ. ഫൈൻഡ് ദ ഇമേജ് ഓഫ് എ റീജിയൻ ആസ് shown in figure 9.172 under the transformation x equal to u square plus v square and y equal to u square minus v square. അപ്പോൾ ആദ്യം തന്നെ ഇതാണ് നമ്മുടെ ഫിഗർ. യുവും വിയും ഉള്ള യു വി പ്ലെയിനിൽ നിന്ന് നമുക്ക് എങ്ങോട്ടേക്ക് മാറ്റണം? എക്സ് വൈ പ്ലെയിനിലേക്ക് മാറ്റണം. അപ്പോൾ ആദ്യം നമ്മൾ നമ്മുടെ യു വി വിത്ത് അവർ ആ ട്രാൻസ്ഫർമേഷൻസും ഓൾറെഡി നമുക്ക് തന്നിട്ടുള്ളത് കൊണ്ട് കുറച്ച് എളുപ്പമാണ്. എന്താ ട്രാൻസ്ഫർമേഷൻ തന്നിരിക്കുന്നത്? എക്സ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ആൻഡ് വൈ ഈക്വൽ ടു യു സ്ക്വയർ മൈനസ് വി സ്ക്വയർ എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവർ തന്നെ ട്രാൻസ്ഫർമേഷൻ തന്നതുകൊണ്ട്. ഇല്ലെങ്കിൽ പിന്നെ അതും നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു അവസ്ഥയ്ക്ക് വരും. അത് നമ്മൾ അടുത്ത പ്രോബ്ലത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ഈ റീജിയണിനെ എങ്ങനെ നമുക്ക് യു വി പ്ലെയിനിലുള്ള ഈ റീജിയണിനെ എങ്ങനെ നമുക്ക് എക്സ് വൈ പ്ലെയിനിലേക്ക് മാറ്റാം എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ യു വി പ്ലെയിനിലെ ഈ എസ് എന്നുള്ള റീജിയണിൻ്റെ ബൗണ്ടറി നോക്കുക. ഇതിനെ ഞാൻ S1 എന്ന് വിളിക്കുന്നു, ഈ ബൗണ്ടറീനെ S2, ഈ ബൗണ്ടറി S3 ആണ്. അപ്പോൾ ഈ ഓരോ S1ഉം S2ഉം S3യും ഈ ട്രാൻസ്ഫർമേഷനിൽ എങ്ങനെ മാറുന്നു എന്നുള്ളതാണ് നോക്കാം. അപ്പോൾ S1ൻ്റെ ഇക്വേഷൻ എന്താ?
S1 എന്ന് പറഞ്ഞാൽ യു വി പ്ലെയിനിലാണ്, യു വേരീസ് ആണ്, വി ഫിക്സഡ് ആണ്, വിയുടെ വാല്യൂ എത്രയാണ് 0 ആണ്. അപ്പോൾ ആ വാല്യൂ ഇവിടെ കൊടുക്കുക. വി 0 ആയാൽ നിങ്ങളുടെ എക്സ് എന്ന് പറയുന്ന ആൾ ആരാവും? യു സ്ക്വയർ ആവും. വൈ എന്ന് പറയുന്ന ആൾ ആരാവും? എഗെയിൻ യു സ്ക്വയർ ആവും. അപ്പം നിങ്ങൾക്ക് മൊത്തം എക്സ് വൈ പ്ലെയിനിലുള്ള ആളായിട്ടാണ് വേണ്ടത്. അപ്പോൾ എങ്ങനെയെങ്കിലും നിങ്ങൾ ഈ ലിമിറ്റ്സ് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ വീണ്ടും യുവും വിയും ഒക്കെ വരികയാണെങ്കിൽ അയാളെ എങ്ങനെയെങ്കിലും എലിമിനേറ്റ് ചെയ്ത് എക്സിൻ്റെയും വൈയുടെയും ടേംസിൽ മാത്രമാക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കിട്ടിയത് എക്സും യു സ്ക്വയർ, വൈയും യു സ്ക്വയർ. അപ്പം നിങ്ങൾക്ക് പറയാലോ എക്സ് ഈക്വൽ ടു വൈ എന്ന്, അല്ലേ? അപ്പം നമുക്ക് കിട്ടി നമ്മുടെ ഈ ഭാഗം എന്ന് പറയുന്നത്, ഈ മൊത്തമല്ല, ഈ ഒരു ഭാഗത്തിന് കറസ്പോണ്ടിങ് ആയി ഇവിടെ വരുന്നത് വൈ ഈക്വൽ ടു എക്സ് എന്നുള്ള ഒരു ലൈനാണ്. ഇനി നമുക്ക് അറിയേണ്ടത് എന്താണ്? ഇവരെവിടെ തുടങ്ങി എവിടെ അവസാനിക്കുന്നു എന്നുള്ളത്, അല്ലേ? അപ്പോൾ എവിടെ തുടങ്ങി എവിടെ അവസാനിക്കണോ എന്നുള്ളത് അറിയാനായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ യു എവിടുന്ന് എവിടം വരെ വേരി ചെയ്യുന്നു? 1 തൊട്ട് 2 വരെ. എക്സ് എന്ന് പറഞ്ഞാൽ യു സ്ക്വയർ ആയിരുന്നു. അപ്പോൾ എക്സിൻ്റെ വേരിയേഷൻ എവിടുന്ന് എവിടം വരെ ആയിരിക്കും? 1 തൊട്ട് 4 വരെ ആയിരിക്കും. വൈയുടെ വേരിയേഷനും 1 തൊട്ട് 4 വരെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വൈ ഈക്വൽ ടു എക്സ് എന്നുള്ള ലൈൻ എവിടെ നിന്ന് എവിടം വരെ എന്ന് പറയാം? 1 നിന്ന് 4 വരെയാണ് ആ ലൈൻ വരുന്നത്. S1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഭാഗം ഇത്രയുമാണ്. ഇനി സിമിലർലി നമ്മൾ S2 നോക്കാം. S2 എന്ന് പറഞ്ഞാൽ 2 0 നിന്ന് അവർ ഓൾറെഡി യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ഈക്വൽ ടു 4ഉം യു സ്ക്വയർ മൈനസ് വി സ്ക്വയർ ഈക്വൽ ടു 1ഉം തമ്മിലുള്ള ഇൻ്റർസെക്ഷൻ പോയിന്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ജസ്റ്റ് ആ 2 ഇക്വേഷനും സോൾവ് ചെയ്ത് നിങ്ങൾ യുവും വിയും കണ്ടുപിടിക്കുക. അങ്ങനെ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ ആ പോയിന്റ് അവരവിടെ തന്നിട്ടുണ്ട് √5/2, √3/2. അപ്പോൾ ഇത്രയും ഭാഗമാണ് വരുന്നത്. അതായത് യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ഈക്വൽ ടു 4നെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇത്രയും പോയിന്റ്സ് സ്റ്റാർട്ടിങ് ഫ്രം 2 0 ടു ദിസ് പോയിന്റ് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ഇത്രയും ഭാഗത്തേക്ക് 4 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പറയാൻ പറ്റുക എക്സ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ആയിരുന്നു. സോ എക്സ് ഈക്വൽ ടു 4 ആണ് എന്ന് പറയും. അപ്പോൾ എക്സ് ഈക്വൽ ടു 4 എന്നുള്ള ലൈൻ വരും എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഇനി മനസ്സിലാക്കേണ്ടത് നമുക്ക് ആ വൈയുടെ വേരിയേഷനാണ്. എക്സ് ഈക്വൽ ടു 4 എന്ന് പറയുമ്പോൾ ഫുള്ളായിട്ടുള്ള വൈ ആക്സിസിന് പാരലായ ഫുൾ ലൈൻ വരുമല്ലോ. അപ്പോൾ അതിൻ്റെ മൊത്തം ഭാഗം വേണ്ടി വരില്ല. അപ്പോൾ ആ വൈക്കുള്ള ലിമിറ്റ് എന്താണ് എന്നുള്ളതാണ് കാണേണ്ടത്. അപ്പോൾ വൈയുടെ ലിമിറ്റ് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങളുടെ S2 തുടങ്ങുന്നത് 2 0ലും അവസാനിക്കുന്നത് ഈ പോയിന്റിലുമാണ്. അപ്പോൾ നമ്മുടെ വൈ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യു സ്ക്വയർ മൈനസ് വി സ്ക്വയർ. ശരിക്കും ഇത് ഓർഡേർഡ് പെയർ യു വി ആയിട്ട് കാണാം, ഇതും ഓർഡേർഡ് പെയർ യു വി ആയിട്ട് കാണുകയാണെങ്കിൽ നിങ്ങളുടെ വൈ ഈക്വൽ ടു യു സ്ക്വയർ മൈനസ് വി സ്ക്വയർ എന്ന് പറയുന്നത് ഇവിടെ നിന്നല്ലേ തുടങ്ങണത്. അപ്പോൾ 2 സ്ക്വയർ മൈനസ് 0 സ്ക്വയർ ദാറ്റ് ഈസ് 4 മുതൽ വൈ ഈക്വൽ ടു 4 എന്ന് കിട്ടും. ദാറ്റ് ഈസ് വൈ ഈക്വൽ ടു 4. ദെൻ ഈ പോയിന്റിലാണ് അവസാനിക്കുന്നത്. അപ്പോൾ യുവിന് ഈ വാല്യൂ ഇട്ട് കൊടുക്കുക, വിക്ക് ഈ വാല്യൂ ഇട്ട് കൊടുക്കുക. അപ്പോൾ 5/2 മൈനസ് 3/2 ദാറ്റ് ഈസ് 1 എന്നുള്ളത് കിട്ടും. 2/2 ദാറ്റ് ഈസ് 1. അപ്പോൾ ഇവിടം വരെ. സോ എക്സ് ഈക്വൽ ടു 4 എന്നുള്ള ലൈനിൽ വൈയുടെ വേരിയേഷൻ 4 മുതൽ 1 വരെയാണെന്ന് കിട്ടും. സിമിലർലി നമ്മൾ S3 എടുക്കുകയാണെങ്കിൽ ഇത് ആരാണ്? യു സ്ക്വയർ മൈനസ് വി സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരെ. അപ്പോൾ പറയാം ആരായിരിക്കാം ഇവിടെ മാറ്റേണ്ടി വരിക? വൈ ആണ് യു സ്ക്വയർ മൈനസ് വി സ്ക്വയർ. അപ്പോൾ വൈ ഈക്വൽ ടു 1 എന്നുള്ള ലൈനായി. അപ്പോൾ അത് എക്സ് ആക്സിസിന് പാരലായ ഫുൾ ലൈൻ വരും. അപ്പോൾ ഇനി നമുക്ക് എന്ത് വേണം? എക്സിൻ്റെ ലിമിറ്റ്സ് വേണം. എക്സിൻ്റെ ലിമിറ്റ്സ് കിട്ടാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? സിംപ്ലി ഇത് യു, ഇത് വി, ഇത് 1, ഇത് 0. അപ്പോൾ ആ ഓറിയൻറ്റേഷൻ നോക്കണേ. അതുകൊണ്ട് ഇവിടുന്ന് ഇങ്ങോട്ടാണ് വരുന്നത്. സോ ഫസ്റ്റ് എക്സിന് 5/2 പ്ലസ് 3/2 ദറ്റ് ഈസ് 4 എന്ന് കിട്ടും. 8/2. അപ്പോൾ 4 വരും. പിന്നെ എവിടം വരെ? 1 0 ദാറ്റ് ഈസ് 1ഉം 0ഉം കൊടുത്ത എക്സ് ഈക്വൽ ടു 1 വരെ ഇവിടം വരെ വരും. ഓക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള റീജിയൻ ആണ് ഈ എസിന് കറസ്പോണ്ടിങ് ആയ ആർ എന്നുള്ള റീജിയൻ ഇതാണ് എന്നുള്ളത് കിട്ടും. പിന്നെ നിങ്ങൾ ഒന്നും കൂടി ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവണത് ഇവിടെ എസിന് ഉള്ള ഇവിടുത്തെ ഓറിയൻറ്റേഷൻ ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. പക്ഷെ കറസ്പോണ്ടിങ് ആയി ഇവിടെ വന്നപ്പോൾ ആ ഓറിയൻറ്റേഷൻ എന്തായിട്ട് മാറി? ക്ലോക്ക് വൈസ് ആയിട്ട് മാറി. അപ്പോൾ ഇത്തരം ഒരു എന്താ പറയുക ഓറിയൻറ്റേഷൻ ആറിൽ എസ് ഇൻഡ്യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതും നിങ്ങൾക്ക് പറയാനായിട്ട് സാധിച്ചു.
അപ്പോൾ ഈ കാര്യങ്ങൾ നമുക്ക് ജനറലൈസ് ചെയ്ത് കുറച്ച് ഇതാക്കി പറയാൻ കുറച്ച് ഈ ടെക്സ്റ്റിൽ നിന്ന് പ്രൂഫുകളും കാര്യങ്ങളും ഒക്കെ വലുതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്ര മാത്രം, നിങ്ങളിങ്ങനെ എക്സിനും വൈക്കും കൊടുക്കുമല്ലോ FG പറഞ്ഞ ഫങ്ഷൻസ്, അവിടെ ശ്രദ്ധിക്കേണ്ടത് എഫിനും ജിക്കും നിങ്ങളുടെ ആ എസ്സിൽ ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഉണ്ട് എന്നുള്ളത് നോക്കുക. ട്രാൻസ്ഫോർമേഷൻ 1 ആണോ എന്നുള്ളത് നോക്കുക. എന്ന് വെച്ചാൽ ഒരു പോയിന്റിന് കറസ്പോണ്ടിങ് ആയി അപ്പുറത്തെ ഇമേജ് ഒറ്റൊരു പോയിന്റേ പാടുള്ളൂ, 2 പോയിന്റ്സിന് സെയിം ഇമേജ് പാടില്ല. ദെൻ ഈ ആറിലും എസും ഈച്ച് ഓഫ് ദ റീജിയൻസ് R and S കൺസിസ്റ്റ് ഓഫ് എ പീസ് വൈസ് സ്മൂത്ത് സിമ്പിൾ ക്ലോസ്ഡ് കർവ് ആൻഡ് ഇറ്റ്സ് ഇൻറ്റീരിയർ ആണോ എന്നുള്ളത് നോക്കുക. ദെൻ ഈ ഡിറ്റർമിനൻറ്റ് നിങ്ങൾ എസ്സിൽ എന്തായിരിക്കണം, നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഡിറ്റർമിനൻറ്റിനെ നമ്മൾ ഇത്തരത്തിൽ എഴുതാറുണ്ട്. ഈ ഡിറ്റർമിനൻറ്റിനെ നമ്മൾ ജക്കോബിയൻ ഡിറ്റർമിനൻറ്റ് അഥവാ ജക്കോബിയൻ ഓഫ് ദ ട്രാൻസ്ഫോർമേഷൻ T എന്ന് പറഞ്ഞാണ് നമ്മൾ യൂഷ്വലി ഡിനോട്ട് ചെയ്യുക. സിമിലർലി നിങ്ങൾക്കിത് 1 ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കിതിന് കറസ്പോണ്ടിങ് ആയ ഇൻവേഴ്സ് കാണാം. അപ്പം നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ എഴുതിയത് എക്സിനെയും വൈനെയും ഇൻ ടേംസ് ഓഫ് UV ആണെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് യുവിനെയും വിനെയും ഇൻ ടേംസ് ഓഫ് XY ആക്കാം. അങ്ങനെ ആക്കി കഴിയുമ്പോൾ ജക്കോബിയൻ ഈ രീതിയിലാണ് നിങ്ങൾക്ക് മാറുക. സോ ദാറ്റ് എന്താ, ഈ 2 ജക്കോബിയൻസിൻ്റെ പ്രോഡക്റ്റ് എടുത്തല്ല, അതായത് ഒന്ന് ടിയും വേറെ ഒന്ന് ഇൻവേഴ്സും ആണ്. അപ്പോൾ അവർ രണ്ടുപേരുടെ ഈ 2 ഡിറ്റർമിനൻറ്റും കൂടി നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടണം. ആ രീതിയിലായിരിക്കും നിങ്ങൾക്ക് അവിടെ ജക്കോബിയനും വരിക. അപ്പം അത് വെച്ച് നമ്മളൊരു ജസ്റ്റ് നേരത്തെ നിങ്ങളുടെ DR dθയിൽ വന്ന കാര്യം നിങ്ങൾ നോക്കിയാൽ എക്സിന് R cos θ, വൈക്ക് R sin θ കൊടുത്തപ്പോൾ ആ ഞാൻ പറഞ്ഞില്ലേ DR dθയുടെ കൂടെ നിങ്ങൾക്ക് J of R θ വരും. ആ J of R θ എന്താണെന്ന് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യാം. ഡോ എക്സ് ബൈ ഡോ ആർ, ഡോ എക്സ് ബൈ ഡോ θ, ഡോ വൈ ബൈ ഡോ ആർ, ഡോ വൈ ബൈ ഡോ θ ആണ്. അപ്പോൾ ഈ രീതിയിലാണ് വരിക. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ R വരും. സോ DX DYക്ക് പകരം ഇവിടെ വരിക R dr dθ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് എന്താണ് ജക്കോബിയൻ, എങ്ങനെയാണ് ട്രാൻസ്ഫോം ചെയ്യുക, എങ്ങനെ പ്രോബ്ലം ചെയ്യണമെന്ന് നമ്മൾ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ നോക്കി. ഓക്കെ, കൂടുതൽ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.